കാലിസ്റ്റനിക്സ് വ്ലോഗ് 11. ഒരു പൂച്ചയെ വളർത്തണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയായിരുന്നു. ഇതെൻ്റെ പൂച്ചയല്ല, ഇതേത് റോഡിലുള്ള പൂച്ചയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവനെ കാണാൻ. അതിനുശേഷം പണിക്കൊക്കെ പോയി കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്തതിന് ശേഷം എങ്ങനെ ജിമ്മിൽ പോവാം, എന്ത് കഴിക്കാം എന്നുള്ള ചിന്തയിൽ ഞാൻ സ്നിക്കേഴ്സും ഒരു കോഫിയും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് കാലിസ്റ്റനിക്സ് ചെയ്യാൻ എത്തുമ്പം അത്യാവശ്യം ഇരുട്ടും. ഇത് ഷോൾഡറിനുള്ള വാപ്പാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത വട്ടം വേറെ ആംഗിളിൽ വയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഇടയായിട്ട് പനിയൊക്കെ ആയിരുന്നു എനിക്ക്. അത് മെയിനായിട്ട് ഫീൽ ആവുന്നത് ഈ മസിലപ്സ് ചെയ്യുമ്പോഴാണ്. മുമ്പ് ഒരു 10 ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കൊരു 5 ചെയ്യുമ്പോഴേ ഷോൾഡർ നല്ലോണം വേദനിക്കും. അപ്പോൾ സ്ട്രെങ്ത് വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കണം. പിന്നെ അടുത്ത മാസം ഫുൾ നോമ്പാണ്. അപ്പം ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങും ചെയ്യാനുണ്ട് എനിക്ക്. എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തും ബിൽഡ് ചെയ്തിട്ട് ആഹാരവും കഴിച്ച് വെയിറ്റും വെച്ച് കഴിഞ്ഞാൽ ബോഡി ഫാസ്റ്റിംഗ് സമയത്ത് ഡീറ്റോക്സും ആവും. അതേസമയം സ്ട്രെങ്ത്ത് ലൂസ് ആയാലും വെയിറ്റ് കുറയുന്ന കാരണം കാലിസ്റ്റനിക്സും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ പനിയൊക്കെ പിടിച്ചുകൊണ്ട് ഈ പ്ലാനൊന്നും നടക്കൂല ഇനി. ഇത് ആപ്പിളല്ല, ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും ബീഫും അടിക്കുമ്പോൾ എനിക്ക് രാത്രിക്കുള്ള കാർബ്സും കിട്ടും, ബീഫിൽ നിന്നുള്ള പ്രോട്ടീനും കിട്ടും. എപ്പിടി സബ്സ്ക്രൈബ് അടിച്ചോ, കാലിസ്റ്റനിക്സ് പഠിക്കാം നിങ്ങൾക്ക്.